പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. ബീഹാർ വോട്ടർ പട്ടിക, പഹൽഗാം വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സ്പീക്കറുടെ ചേംബറിന് മുൻപിലെത്തി ബഹളം വയ്ക്കുകയായിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പതിവ് പോലെ തന്നെ ഈ സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ പ്രതിപക്ഷ ബഹളം. ഇന്ന് മൺസൂൺ സെഷൻ തുടങ്ങി 2ാം ദിവസമാണ്. ഈ 2 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായത്. വിവരങ്ങൾ. ദിലിമ, വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും പ്രതിപക്ഷ ബഹളം കാരണം സഭാ നടപടികൾ തുടർച്ചയായി നിർത്തിവെക്കേണ്ട അവസ്ഥയാണ്. രാവിലെ 11 മണിയോടുകൂടി രാജ്യസഭയും ലോക്സഭയും ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം തുടങ്ങി. പിന്നീട് ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും ലോക്സഭയും രാജ്യസഭയും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അത് കഴിഞ്ഞ് 12 മണിവരെ നിർത്തിവെച്ച് അതിനുശേഷം ചർച്ച തുടരുമ്പോഴും പ്രതിപക്ഷാംഗങ്ങൾ തുടർച്ചയായി ബഹളം വെച്ചുകൊണ്ടിരുന്നു. ലോക്സഭയിൽ കർഷകരുമായി ബന്ധപ്പെട്ട കർഷകരുടെ ക്ഷേമ പദ്ധതികളും അവരുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ അംഗങ്ങൾ തുടർച്ചയായി ബഹളം വെച്ചുകൊണ്ടിരുന്നത്. ലോക്സഭയിൽ സ്പീക്കറുടെ ചെയറിനടുത്തേക്ക് എത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്ററുകൾ ഉയർത്തിക്കാട്ടിയും പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടത് പഹൽഗാം ഭീകരാക്രമണം, ബീഹാർ വോട്ടർ പട്ടിക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ചർച്ച വേണം എന്നുള്ളതായിരുന്നു. പ്രതിപക്ഷ ബഹളം ശക്തമായതോടുകൂടി സ്പീക്കർ അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന, പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണ്, ക്രിയാത്മകമായ ചർച്ച നമുക്ക് നടത്താം എന്ന് ഉറപ്പ് നൽകുകയും അല്ലെങ്കിൽ ആ ചർച്ചയിലേക്ക് കടക്കാൻ തയ്യാറാണ് എന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. തുടർന്ന് സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങളോട് അവരുടെ സീറ്റുകളിലേക്ക് പോയിരിക്കാനും ചർച്ച നടത്താം എന്നാവശ്യപ്പെട്ടപ്പോഴും അത് നിരസിച്ചുകൊണ്ട് സീറ്റിലേക്ക് പോയിരിക്കാൻ തയ്യാറാകാതെ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷം തന്നെ ചർച്ചയ്ക്ക് അവസരം നൽകാതെ ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സമീപനവും നിലപാടുമാണ് സ്വീകരിച്ചത്. അതായത് ഒരു വശത്ത് ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുക, ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുമ്പോൾ അതിന് തയ്യാറാകാതെ ആ ചർച്ചയ്ക്ക് അവസരം നൽകാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക. ഈ സമീപനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ സഭാ സമ്മേളനങ്ങൾ പരിശോധിക്കുമ്പോഴും ഇന്നലെയും ഇന്നുമായി വർഷകാല സമ്മേളനത്തിൻ്റെ സഭാ നടപടികൾ പരിശോധിക്കുമ്പോഴും പ്രതിപക്ഷ അംഗങ്ങളുടെ നിലപാട് തുടരുന്നത്. ഇന്നലെയും നിരവധി തവണ സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. ഇന്നും ആദ്യം 12 മണിവരെയും ഇപ്പോൾ 2 മണിവരെയും പാർലമെന്റിന്റെ ഇരു സഭകളും രാജ്യസഭയും ലോക്സഭയും നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുക, യാതൊരു തരത്തിലും ക്രിയാത്മകമായ ചർച്ചകൾക്ക്, ഗൗരവമുള്ള ചർച്ചകൾക്ക് അവസരം നൽകാതിരിക്കുക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങുന്ന ദിവസം സഭാ നടപടികൾക്ക് തൊട്ടു മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ തന്നെ പ്രതിപക്ഷത്തിനും ഒപ്പം രാജ്യത്തെ ജനങ്ങൾക്കും ഉറപ്പ് നൽകിയത് പാർലമെന്റിനകത്ത് എല്ലാ വിഷയങ്ങളിലും ഗൗരവമുള്ള ക്രിയാത്മകമായ ചർച്ചകൾ നടക്കും. രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. 2 മണിക്ക് പുനരാരംഭിക്കും.